യുദ്ധത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഏരിയ എന്ന് പറയുന്നത് GCC രാജ്യങ്ങളിൽ കൂടുതൽ പരിക്ക് പറ്റി എന്നുള്ളതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയുമാണ് യുദ്ധം. പക്ഷേ ആർക്കെതിരെയാണ് ഇത് പോരാടുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഇറാൻ്റെ കൂടെ ആണെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും GCC രാജ്യങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം അതിനൊരു തെളിവായിട്ട് പറയുന്നത് GCC രാജ്യങ്ങളുടെ മൗനം അപകടമാണ്. നിങ്ങൾ രഹസ്യമായി പറയുന്നത് മുഴുവനും പരസ്യമായി പറയേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ നെതന്യാഹു ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്തേ രഹസ്യമായി പറയുന്നത്? ഈ രണ്ട് വിഭാഗത്തോടും, അഥവാ ഞങ്ങളോട് പറയുന്നു ഇറാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന്, എന്നാൽ അവർ പരസ്യമായി പറയുന്നു ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണ്, അതുകൊണ്ട് പണിയെടുക്ക് നിർത്തി പോകാൻ ഞങ്ങൾ ഈ GCC രാജ്യങ്ങളെ വിടില്ല, ഞങ്ങളോട് പറഞ്ഞതെല്ലാം എവിഡൻസ് സഹിതം ഞങ്ങളെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഏത് ലെവലിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാണ് നെതന്യാഹുവിൻ്റെ ഈ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നെതന്യാഹു പരോക്ഷമായി പറയുന്നതിനെ പ്രത്യക്ഷമാക്കാതിരിക്കാൻ അറബികൾക്ക് ഭയങ്കര മിടുക്കാണ്, എങ്കിലും നമ്മളത് തുറന്നു പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹുയുടെ വാക്കുകൾ. അറബികളായ GCC രാജ്യങ്ങളുടെ ഭരണാധിപന്മാർ ഞങ്ങൾക്ക് തന്ന വാക്കുകൾ തീർത്തും ഇറാനെതിരാണ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ആത്മസംയമനമായിട്ടോ ആണ്. എങ്കിൽ അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. പണി പകുതിക്ക് നിർത്തിപ്പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് അർത്ഥമാക്കേണ്ടത്? അമേരിക്കയോടും ഇസ്രായേലിനോടും പറഞ്ഞത് ഇറാനെ നിങ്ങൾ തകർക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, ഞങ്ങളുടെ പൗരന്മാർ സമാധാനത്തോടുകൂടെ കഴിയുകയുള്ളൂ എന്ന വാക്കുകൾ ആ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം മാറ്റി പറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത്. അത് കണ്ടപ്പം കൃത്യമായ ഒരു തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് നെതന്യാഹുവിൻ്റെ വാക്ക് വന്നു. നിങ്ങൾ പരോക്ഷമായി പറയുന്ന പ്രത്യക്ഷമായി പറയുന്ന രണ്ട് കാര്യങ്ങളും വ്യത്യസ്തതയുണ്ട്. അവിടെ ലോകത്തിന് മുമ്പിൽ നിങ്ങളുടെ തനി സ്വഭാവം ഞാനിതാ തുറന്നു കാണിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞത് അടി നിർത്തരുത്, ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കണം, അതിനാവശ്യമായ ഫണ്ടിങ് അഥവാ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ചെയ്തു തരാമെന്നുള്ളത് GCCയിലെ പ്രമുഖരായ രാഷ്ട്രങ്ങളൊക്കെ ഞങ്ങളോട് സമ്മതിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങൾ യുദ്ധം തുടങ്ങിയതും ഈ രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നതും. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയും ഇസ്രായേലും സുരക്ഷിതമായിട്ടുള്ള സേഫ് സോണിൽ നിൽക്കുന്നു. ഇസ്രായേലിൻ്റെ അപകടങ്ങളൊക്കെ ധാരാളമുണ്ടെങ്കിൽ പോലും നയതന്ത്രപരമായിട്ട് അവർക്ക് ലോകത്തിന് മുമ്പിൽ പറയാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല ഇസ്രായേൽ ഈ ഒരു വിഷയം ഇപ്പോൾ എടുത്തുന്നയിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാൻ ഗവൺമെൻറ്റിനോടുകൂടെ താതാത്മ്യപ്പെടാൻ ചില രാജ്യങ്ങളൊക്കെ വലിയ അതികായകത അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട്, നിങ്ങൾ രഹസ്യമായിട്ട് ഇറാനെ തകർക്കാൻ പറയുന്നു, പരസ്യമായിട്ട് ഇറാനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരിക്കലും നടക്കില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞെടുത്ത് നിൽക്കുക. ഞങ്ങൾ പണി പകുതിക്ക് വെച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണി അത് യുദ്ധമാണ്, അത് പകുതിക്ക് വെച്ച് നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേലിനും പരിക്ക് പറ്റുന്നുണ്ട്, GCC രാജ്യങ്ങൾക്കും പരിക്ക് പറ്റുന്നുണ്ട്. അമേരിക്ക മാത്രമാണ് ഇവിടെ പ്രശ്നത്തിൽ നിന്ന് അല്പം അവരുടെ ഭൂമി ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ട് കിടക്കുന്നത്. ഈ ഒരു ആശയം തന്നെയായിരുന്നു ഇവരുടേതൊക്കെ. അമേരിക്കയും ഇസ്രായേലും തുടങ്ങുന്നു, അവസാനം ഇറാനും GCC രാജ്യങ്ങളുമായി യുദ്ധം പരിണമിക്കുന്നു. അവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ സെറ്റപ്പൊക്കെ തൽക്കാലം യുദ്ധത്തിലൂടെ ഇല്ലാതെയാകുന്നു. ആ സമയം ഉപയോഗപ്പെടുത്തി ഈ രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഒന്നുകൂടി ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഉണ്ടായത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തോറ്റിട്ടുണ്ടോ എന്ന് വെച്ചാൽ അമേരിക്ക ജയിച്ചിട്ടേയുള്ളൂ ഈ വിഷയത്തിൽ. ഒരുപാട് പട്ടാളക്കാരും അബ്രഹാം ലിങ്കനും ജെറാൾഡും ഒക്കെ പരിക്ക് പറ്റിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും തന്ത്രപരമായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ GCC രാജ്യമാണ് ഇവിടെ പെട്ടുകിടക്കുന്നത്. അമേരിക്ക ജയിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയമില്ല പരാജയമില്ല. കാരണം അവിടെ പരിക്കുകൾ പറ്റുന്നില്ല, ആ പരിക്കുകളെ പറ്റുന്നുള്ള മരണങ്ങളില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ചർച്ചയ്ക്കിടേണ്ടതില്ല. ഇസ്രായേലിൻ്റെ 20% ഭൂമികയും ഈ യുദ്ധത്തിൽ കഠിനമായിട്ടുള്ള യുദ്ധ അന്തരീക്ഷത്തിൽ ആ കെടുതികൾ അനുഭവിക്കുന്ന എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്നിട്ടും പറയുന്നു അവിടെ മരണങ്ങളില്ല. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അറബികളെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നതാണ് ഈ നെതന്യാഹുവിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അറബികളാണ് നേരത്തെ ഞങ്ങളോട് അങ്ങേയറ്റം കേണ് പറഞ്ഞത് ഇറാൻ തകരണം, ഇറാൻ ഡെവലപ്പാകരുത്. ഇപ്പോൾ അറബികൾ പറയുന്നു ഞങ്ങൾക്ക് ഇറാൻ്റെ കൂടെയാണ് താല്പര്യം. അത് പച്ച നുണയാണ്, അറബികളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ലോകത്തൊരാളും വിശ്വസിക്കാത്ത നെതന്യാഹു പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവരുദ്ദേശിച്ചതുപോലെ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനിയും GCC രാജ്യങ്ങൾ ഉണർന്ന് ചിന്തിക്കുന്നില്ല എങ്കിൽ
അവരെ കാത്തിരിക്കുന്നത് ആ രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാവ സർക്കാർ കൊണ്ടുവന്ന് സ്ഥാപിച്ച ആ രാജ്യത്തെ ഭരണം നടത്താൻ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വരുന്ന ഒരു ദുർഗതി അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. വ്യക്തമായി അവർക്കിടയിൽ ധാരണകളുണ്ട്, അമേരിക്കയ്ക്കും ഇസ്രായേലിനിടയിൽ ധാരണകളുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ള ധാരണ അവർ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ ഈ GCC രാജ്യങ്ങളോട് കൊടുക്കുന്ന ഒരു വാക്ക് പോലും അത്ര കണ്ടിട്ട് ഇസ്രായേലോ അമേരിക്കയോ അത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ചു, ഇറാൻ GCCയെ തീർത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയിൽ വളരെയേറെ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ അമേരിക്ക നേരത്തെ കണ്ടുവച്ചതാണ്. GCC രാജ്യങ്ങൾ തകരണമെന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ആ ആവശ്യം നിർവഹിച്ചാൽ മാത്രമേ എണ്ണക്കിണറുകളിൽ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന് ഡയറക്റ്റ് ഒരു എൻട്രി ലഭിക്കുള്ളൂ എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാത്തിരിക്കണം എന്തൊക്കെ സംഭവിക്കുമെന്നറിയാൻ. കാരണം ഇത്രയും നാൾ അമേരിക്കയും ഇസ്രായേലും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി സിസ്റ്റം വർക്കൗട്ടാക്കാൻ വേണ്ടി അവരുടെ നിന്ന് ബില്യൺ ട്രില്യൺ കണക്കിന് ഡോളറുകൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പോൾ പറയുന്നു രാജ്യത്തിൻ്റെ സുരക്ഷ അതിപ്രധാനമാണ്, അമേരിക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് അതിനുശേഷം മാത്രമേ GCC രാജ്യങ്ങളോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന വാക്കുകൾ കൂടി വരുമ്പം അവർ കൊടുത്ത ഡോളറുകളുടെ എണ്ണക്കണക്കിന് പറയുകയാണെങ്കിൽ അതൊക്കെ വൃഥാവിലാവുകയാണ്. ഒരിക്കലും അമേരിക്ക ഇവരെ സഹായിക്കാൻ എത്തൂല എന്ന് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക GCCയെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അമേരിക്ക അങ്ങനെ പറയേണ്ടതല്ലായിരുന്നു. എങ്ങനെ പറയണം? നിങ്ങളെ ജീവൻ മരണ പോരാട്ടമാണെങ്കിലും ശരി, നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയേണ്ടടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യ താല്പര്യങ്ങളുണ്ട്, ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങളെ സഹായിക്കണോ? പൈസ തരൂ, ആയുധം തരാം, ഞങ്ങളുടെ മിലിറ്ററിയും തരാം, അവർ അറ്റാക്ക് ചെയ്യട്ടെ. പൈസ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കണം. ആ ബിസിനസ് അവിടെ വിജയിച്ചു. അവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സ്വസ്ഥതകൾ എന്നേക്കുമായി പോയി മറഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിൻ്റെ അജണ്ടയും അമേരിക്കയുടെ അജണ്ടയും കൃത്യമായി വിജയിപ്പിച്ചെടുക്കാൻ പാകത്തിൽ അവരുടെ ഭരണകർത്താക്കളുടെ മൈൻഡ് സെറ്റ് മാറി. ഇറാൻ്റെ കൂടെ നിൽക്കേണ്ടവർ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടെ നിൽക്കുന്നു എന്നത് തന്നെ അവരുടെ ഗതികേടിൻ്റെ അവസാനത്തെ ഒരു വാക്കായി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യത്തിൽ കൂടുതൽ ആളുകൾ എഴുതി വെക്കുന്നത് ഈ യുദ്ധം നടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ തകരാൻ സാധ്യതയില്ല, പകരം GCC തകരുകയും അവിടെ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അമേരിക്കയുടെ പട്ടാള ക്യാമ്പുകൾ അവർ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇന്നത്തെ ഒരു തടസ്സം അന്ന് നീങ്ങിക്കിട്ടും. ഇന്ന് അവരുടെ ഭരണകർത്താക്കളുണ്ട്, കാര്യമായി ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്, അതെല്ലാം നീങ്ങിക്കിട്ടാൻ ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് സഹായകമാകും എന്നാണ്. അതിനുശേഷം ഒരു ഇറാൻ യുദ്ധം വരാനുണ്ട്. ആ കാലത്ത് മാത്രമേ ഇറാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച സ്ഥിതിക്ക് ആ രൂപത്തിലാകാനും സാധ്യതയുണ്ട്. അറബികൾ ഇപ്പോൾ മേലോട്ട് നോക്കേണ്ടടുത്താണ് എന്ന് അവസാനമായി പറഞ്ഞു വെക്കേണ്ടടുത്ത് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. കാത്തിരിക്കാം പുതിയ വിശേഷമായിട്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ടീവ് ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.